വർഷങ്ങൾക്ക് മുമ്പ് കൽക്കട്ടയിൽ മദർ തെരേസ ഒരു സ്ഥാപനം ആരംഭിക്കുകയാണ് തെരുവിൽ കിടക്കുന്ന മക്കൾക്ക് വേണ്ടി. അങ്ങനെ ഒരിക്കൽ ഈ ഒരു സ്ഥാപനം നിർത്താനായിട്ട് അവിടെ കുറേ മനുഷ്യർ കൂടി സമരം ചെയ്യുകയാണ്. അങ്ങനെ നിയമത്തിൻ്റെ ഭാഗത്തു നിന്ന് ഒരു വലിയ പോലീസ് ഓഫീസർ സ്റ്റേ ഓർഡറുമായിട്ട് ആ ആലയത്തിൽ വരിക. അപ്പോൾ തുടങ്ങിയ സാഹചര്യം ആയതുകൊണ്ട് അവിടെ അതിനുള്ള സജ്ജീകരണങ്ങൾ കുറവാണ്. അപ്പോൾ ഒരു മറ്റു മതവിഭാഗത്തിൽപ്പെട്ട ഒരു ഉന്നത മതവിഭാഗത്തിൽപ്പെട്ട ഒരു സ്ത്രീ വഴിയോരത്ത് നിന്ന് മദർ തെരേസയ്ക്ക് ഇട്ടാണ്. അപ്പോൾ ഈ സ്ത്രീക്ക് കഫം വന്ന് തടഞ്ഞതുകൊണ്ട് ഇത് തുപ്പാനോ ഒന്നും കഴിയാത്ത അവസ്ഥ. പ്രിയപ്പെട്ടവരെ, അങ്ങനെ മദർ തെരേസയെ ഈ സഹോദരിയുടെ നെഞ്ച് തുഴിഞ്ഞു കൊടുക്കുക. പെട്ടെന്ന് ഒരു കൂട്ടം കഫം പുറത്തേക്ക് വന്നു. അപ്പോൾ അത് ഇടാനുള്ള പാത്രമൊന്നുമില്ല. അമ്മ എന്ത് ചെയ്യുന്നറിയോ, അമ്മയുടെ 2 കൈയും നീട്ടി ഇതിലേക്ക് തുപ്പിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഈ സ്ത്രീ തുപ്പി. അപ്പോൾ കുറച്ച് ആശ്വാസം കിട്ടി. പിന്നെയും ഒഴിഞ്ഞു കൊടുക്കുന്ന സമയത്ത് ഈ കഫം വന്ന് ഈ തൊണ്ടയിൽ കുടുങ്ങുന്ന അവസ്ഥ. അപ്പോൾ ശ്വാസം കിട്ടാതെ ഈ സ്ത്രീ ഇങ്ങനെ പരക്കം പായുന്നുണ്ട്. പെട്ടെന്ന് എന്ത് ചെയ്യുന്നറിയോ പ്രിയപ്പെട്ടവരെ, മദർ അത് ആ വായിൽ നിന്ന് വലിച്ചെടുക്കുകയാണ്, എന്നിട്ട് തുപ്പിക്കളയാണ്. പ്രിയപ്പെട്ടവരെ, ഇത് കണ്ടു തന്നിരുന്ന ഈ പോലീസ് ഓഫീസർ പുറത്തു പോയിട്ട് പറയാണ്, ഈ അമ്മ ചെയ്ത ഏതെങ്കിലും ഒരു പ്രവൃത്തി ഈ നിൽക്കുന്ന ആർക്കെങ്കിലും ചെയ്യാൻ കഴിഞ്ഞുവെങ്കിൽ ഞാൻ ഈ സ്ഥാപനത്തെ ഞാൻ ഇല്ലാതെയാക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ എഴുന്നേറ്റ് പോകണം. പ്രിയപ്പെട്ടവരെ, ഈ കണ്ണ് കണ്ട കാഴ്ചകൾ സത്യമാണെങ്കിൽ അത് വിളിച്ചു പറയാൻ ഒരു അധികാരിക്ക് കഴിയും. അതുകൊണ്ട് നമ്മൾ കാണുന്നത് തെറ്റാണെങ്കിൽ നമ്മുടെ കാഴ്ചപ്പാടുകൾ തെറ്റും. മദർ തെരേസയെ പിന്നെയും വന്ന് നോക്കുമ്പോൾ ഈ സഹോദരി ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ഇതര മതത്തിൽ ഉന്നത കുലജാതിയായിട്ട് ജനിച്ച ഈ സഹോദരി ചോദിക്കുകയാണ്, ഹൂ ആർ യു? നീ ആരാണ്? അമ്മ പറഞ്ഞു, ഞാൻ മദർ എന്ന് വിളിക്കും, തെരേസ എന്നാണ് എൻ്റെ പേര്. അപ്പോൾ ചോദിച്ചു, നിനക്ക് ഈ ക്രിസ്ത്യാനികളുടെ ദൈവവുമായിട്ട് വല്ല ബന്ധമുണ്ടോ? അപ്പോൾ അമ്മ ചോദിക്കുന്നുണ്ട്, മദർ ചോദിക്കുന്നുണ്ട്, എന്താ അങ്ങനെ ചോദിക്കാൻ കാരണം അവൻ്റെ മുഖത്ത് മുറിവേറ്റ മുറിവുകളിൽ നിന്നൊഴുകിയ രക്തം നിൻ്റെ മുഖത്തും ഞാൻ കാണുന്നു. പ്രിയപ്പെട്ടവരെ, കാഴ്ചപ്പാടുകൾ വ്യക്തമായ കൃപ കിട്ടും. അതുകൊണ്ട് ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് നമ്മുടെ ഈ കണ്ണിൻ്റെ ദുരാശയുടെ അവസ്ഥകളാണ്. ഈ ഭൗതിക വസ്തു 2 രീതിയിലാണ് നമ്മുടെ കണ്ണിൻ്റെ ദുരാശ. ഒന്ന്, ഭൗതിക വസ്തുക്കളോടുള്ള അമിതമായ ആർത്തി. ഇന്ന് അനേകർക്കുള്ളതാണ്. നമ്മൾ കണ്ടിട്ടുണ്ടോ? ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട്, ഒരു ബേക്കറിയിൽ ചെന്ന് കഴിഞ്ഞാൽ ഈ ഉരുളൻകിഴങ്ങ് വറുത്ത ഒരു പാക്കറ്റ് ഉണ്ട്, ഒരു ലൈസ് എന്ന് പറഞ്ഞത്. ഇത് നമ്മൾ പെട്ടെന്ന് മേടിക്കും. അതിൻ്റെ ലോജിക്ക് നോക്കുമ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. ചിലപ്പോൾ 20 രൂപ പാക്കറ്റിന് വിലയുള്ള ഈ വസ്തു നമ്മൾ മേടിക്കുന്നു. നമ്മളത് പൊളിക്കുമ്പോൾ അതിൽ ആകെയുള്ളത് ചിലപ്പോൾ 10 പീസ് ഉരുളൻകിഴങ്ങ് വറുത്തതായിരിക്കും. അപ്പോൾ 20 രൂപയാണെങ്കിൽ ഒരു ഉരുളൻകിഴങ്ങ് വറുത്തതിന് 10 രൂപയാണ്, അല്ലെങ്കിൽ 2 രൂപ വിലയുണ്ട്. 2 രൂപ വിലയുള്ളത് കൊണ്ട് അത് 20 രൂപയാകുന്നത്. ഇതെങ്ങനെ നമ്മൾ മേടിക്കുന്നു? കുട്ടികൾക്ക് എന്തുകൊണ്ട് ഇത് ഇഷ്ടപ്പെടുന്നു? ഇത് തിന്ന് ഇഷ്ടപ്പെടുന്നതല്ല, മറിച്ച് അതിൻ്റെ കവറിൻ്റെ കളറ്, ചുവന്ന കളറ്, കറുത്ത കളറ് ഭയങ്കര അട്രാക്റ്റീവാണ്. ഏതൊരു കടയിൽ ചെന്നാലും ഇങ്ങനെ അട്രാക്റ്റീവായ സാധനങ്ങൾ നമ്മൾ പെട്ടെന്ന് മേടിക്കും. എന്നാൽ അത് ഉപകാരപ്രദമാണോ എന്ന് നമ്മൾ ആരും ചിന്തിക്കില്ല. നമുക്ക് ലാഭകരമാണോ എന്ന് ചിന്തിക്കില്ല. മറിച്ച് ഒരു കാഴ്ചപ്പാട് കൊണ്ട് പെട്ടെന്ന് നമ്മൾ അതിൽ ആകൃഷ്ടരാകാൻ. ഇന്ന് പിശാചിൻ്റെ ഒരു വലിയ തന്ത്രമാണ് കാഴ്ചകളിൽ കൊടുക്കുന്ന ചില കാഴ്ചപ്പാടുകൾ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ഭൗതിക വസ്തുക്കളോടുള്ള ആർത്തി പിശാച് നമുക്ക് തരും. 2, ജിജ്ഞാസയാണ്. നേടാൻ, പേടിക്കാനുള്ള ആഗ്രഹത്തിൻ്റെ ജിജ്ഞാസ. ഈ 2 പാപങ്ങളാണ് ഈ കണ്ണിൻ്റെ ദുരാശകളിൽ പെടുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഭൗതിക വസ്തുക്കളോടുള്ള ആർത്തി നമ്മുടെ ഈ കാലഘട്ടത്തിൽ നമുക്കുണ്ട്. 1 യോഹന്നാൻ 2-ാം അധ്യായം 15-16 വാക്യങ്ങൾ പറയാം, ലോകത്തെയോ ലോകത്തിലുള്ള വസ്തുക്കളെയോ നിങ്ങൾ സ്നേഹിക്കരുത്. ആരെങ്കിലും ലോകത്തെ സ്നേഹിച്ചാൽ പിതാവിൻ്റെ സ്നേഹം അവനിൽ ഉണ്ടായിരിക്കില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ചിന്തിക്കുക, നമുക്ക് ഈ സ്നേഹം, ഈ ലോകത്തോടുള്ള സ്നേഹം, അത് നമ്മളെ പിതാവിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മൾ അകറ്റുന്നുണ്ട്. ഈ കാഴ്ചകൾ പലപ്പോഴും ഈ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നമ്മൾ അകറ്റുന്നുണ്ട്. അതുകൊണ്ട് ഭൗതിക വസ്തുക്കൾ നമ്മൾ ദൈവത്തിൻ്റെ നിലപാടിൽ മേടിക്കണം. ഭൗതിക വസ്തുക്കൾ താല്പര്യം കാണുമ്പോൾ അത് ദൈവിക കാഴ്ചപ്പാടോടുകൂടി നോക്കണം. ഇതിൻ്റെ ആവശ്യമുണ്ടോ? നിങ്ങൾ ചിന്തിച്ച് നോക്കിയാൽ ഒരു വീട്ടിൽ എത്രയോ മൊബൈൽ ഫോൺ, എത്രയോ TV-കൾ, ഒന്നും നമ്മൾ എല്ലാം ഇങ്ങനെ മേടിച്ചു വയ്ക്കും. ചിലരുടെക്കും വീടിൻ്റെ ഉള്ളിൽ പോയി കഴിഞ്ഞ് കിടക്കാൻ സ്ഥലമില്ലേ പ്രിയപ്പെട്ടവരെ, അതുപോലെ മേടിച്ചു കൂട്ടിയിരിക്കുക. കാണുന്നത് മുഴുവൻ മേടിക്കും. എന്നാൽ അത് ഉപയോഗിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. ഈ ആകർഷണം നമുക്ക് പലപ്പോഴും ഉണ്ട്. 1 യോഹന്നാൻ 2-ാം അധ്യായം 15-ാം വാക്യം പറയുക, ലോകത്തെയോ ലോകത്തിലുള്ള വസ്തുക്കളെയോ നിങ്ങൾ സ്നേഹിക്കരുത്. ആരെങ്കിലും ലോകത്തെ സ്നേഹിച്ചാൽ പിതാവിൻ്റെ സ്നേഹം അവനിലാണ് ഇല്ലാതിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വസ്തുക്കളോടുള്ള സ്നേഹം
മറ്റൊരു വചനം പഠിപ്പിക്കുക, യാക്കോബിൻ്റെ ലേഖനം 4:4, ലോകത്തോടുള്ള മൈത്രി ദൈവത്തോടുള്ള ശത്രുതയാണെന്ന് നിങ്ങൾ അറിയുന്നില്ലേ? ലോകത്തിൻ്റെ മിത്രമാകാൻ ആഗ്രഹിക്കുന്നവൻ തന്നെ ദൈവത്തിൻ്റെ ശത്രുവാക്കി മാറ്റുന്നു. ചില വസ്തുക്കൾ പ്രിയപ്പെട്ടവരെ അനേകരെ ശരീരത്തെ ഒത്തിരി ഇങ്ങനെ ആകർഷണമാക്കുന്നു. അപ്പം നമ്മുടെ കണ്ണിൻ്റെ ദുരാശ മാത്രം, നമ്മൾ കണ്ണിന് ദുരാശയുള്ള രീതിയിൽ നമ്മൾ അലങ്കരിക്കും പ്രിയപ്പെട്ടവർ. വസ്ത്രധാരണത്തിൽ എല്ലാത്തിലും മറ്റുള്ളവരുടെ കണ്ണിന് ദുരാശയുണ്ടാക്കുന്ന രീതിയിൽ നമ്മൾ നടക്കുന്നതും ഇതേ പാപത്തിന് കാരണം തന്നെയാണ്. മൂന്നാമത്തത്, ദാരിദ്ര്യം എന്ന ക്രൈസ്തവ സുഹൃതത്തെ നമ്മൾ സ്നേഹിക്കണം. ഫ്രാൻസിസ് അസീസിയുടെ 800-ാം വർഷത്തിൻ്റെ കാലഘട്ടമാണ്, മരിച്ച് 800 വർഷം. പ്രിയപ്പെട്ടവരെ, ഈ കണ്ണിൻ്റെ ദുരാശകളെ തകർക്കാൻ, തൻ്റെ ശരീരത്തിൻ്റെ ദുരാശയെ തകർക്കാൻ ഫ്രാൻസിസ് എന്താ ചെയ്ത്? ഒരു മുള്ളിലേക്ക് എടുത്തു ചാടാ, റോസാ പൂക്കളുടെ മുള്ളിലേക്ക് എടുത്ത്. ഇന്നും അസീസിയിൽ ചെന്നാൽ നമുക്ക് കാണാം മുള്ളുകളില്ലാത്ത ആ റോസാ ചെടി. അപ്പോൾ ജീവിതത്തിൽ ഈ ദാരിദ്ര്യത്തെ പുലുകിയ മനുഷ്യൻ, കണ്ണുകളുടെ സന്തോഷം നൽകുന്ന പലതും വീട്ടിലുണ്ടായിട്ടും അതിനെയെല്ലാം എടുത്തു കളഞ്ഞിട്ട് മെത്രാൻ്റെ മുന്നിൽ വെച്ചിട്ട് പട്ടുകുപ്പായങ്ങളെ വലിച്ചു കീറിയിട്ട് ജീവിതത്തിൻ്റെ യാത്രകളിൽ സമ്പത്ത് ക്രിസ്തുവാണെന്ന് പറയാൻ ആ 2ാം ക്രിസ്തുവിന് കഴിഞ്ഞുവെങ്കിൽ 3ാം ക്രിസ്തുവാകാൻ ഈ വിമല ഹൃദയ പ്രതിഷ്ഠ ചെയ്യുന്ന സ്നേഹമുള്ളവരെ നമ്മളെ എല്ലാവരും ദൈവം വിളിക്കുന്നുണ്ട്. വെറുതെ ചെയ്തു കൂട്ടാനുള്ളതല്ല ഈ പ്രാർത്ഥന, മറിച്ച് ജീവിതത്തിൽ ഒരു പരിവർത്തനത്തിന് വേണ്ടി നമുക്ക് തരുന്ന അവസരമാണ് ഈ ലൂയി മോൺഫോർട്ടിൻ്റെ ഈ വിമല ഹൃദയ പ്രതിഷ്ഠ എന്നുള്ളത്.